Aditya, we don't have seven things, you know now. Coffee powder. Hello? Hello? Blood sugar, high food. Why? Huh? What happened, Sena? Had a breakfast. Why? Sena, Mukum. Okay. ഉദാഹരണത്തിന് ആളുകൾ ശനിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അമ്പലങ്ങൾക്ക് അല്ലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് നമ്മൾ അവരുടെ പാത്രങ്ങളൊക്കെ കഴിക്കുകയും അവർക്ക് ആൾക്കാരുടെ ഷൂയൊക്കെ മേടിച്ച് തുടച്ചൊക്കെ ചെയ്യുക. അതുപോലുള്ള വളരെ താഴ്ന്ന രീതിയിൽ ഇത് ഇറങ്ങി നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ശാസ്താവിനൊക്കെ ആശ്രയിക്കുന്നതൊക്കെ ഗുണമാണ്. ഇതൊക്കെ പരിഹാരം പറയുന്നത് നമ്മുടെ ആറാം ഭാവം എന്ന് പറയുന്ന ഒരു ഫലം തരുന്ന ഒരു ഭാവമാണ്. തെറ്റാണ്, അതുകൊണ്ട് സത്യമാണ്, രോഗമാണ്, കളവാണ്. ഇന്റേണലാണ്, എക്സ്റ്റേണലാണ്. ഇന്റേണൽ അതുപോലെ എക്സ്റ്റേണലായിട്ട് വസ്തുക്കൾ ഉണ്ടാവും. കടം പുറത്തുണ്ടാണെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളിലായിട്ട് നമ്മുടെ ചിന്താഗതികളെ കൃത്യമാക്കുന്ന നമ്മുടെ വാല്യുവേഷൻസ് കൃത്യമാണെങ്കിൽ കടം എന്ന് പറയും ഉണ്ടാവാനുള്ള നമ്മുടെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ലോൺ ഇൻവെസ്റ്റ്മെന്റുകൾ കൃഷിക്ക് വെക്കുന്നത് ഇതെല്ലാം ആവാൻ ആവാം. അതുകൊണ്ട് ജാതക ചിന്തിക്കുന്ന ഉറപ്പായിട്ട് അവരുടെ ജീവിതമായിട്ട് നോക്കും എന്ന പ്രതീക്ഷയുടെ അടുത്ത ഭാവം നമ്മുടെ സ്വഭാവം റിലേഷൻഷിപ്പിൽ നമ്മുടെ സ്വഭാവം മുന്നേറ്റി വെക്കും. അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ് അതിന്റെ ഭാവമാണ്. അതാണ് പ്രകാശം. ഇതൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ശത്രുവാണ് അഥവാ തടസ്സങ്ങൾ. അപ്പോൾ തടസ്സങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് നമ്മുടെ വ്യക്തികളും അതുപോലെ സ്വാസ്ഥ്യമായിട്ടുള്ള വ്യവസ്ഥാനത്തിലുള്ള ശത്രുക്കൾ, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ശത്രുക്കളെ ചിന്തിക്കുന്ന ഈ ഭാവമാണ്. മരണമുണ്ടാകും ശത്രുണം പ്രശ്നമാണ്. ഈ ആറാം ഭാവം പ്രമാണത്തിൽ പറയുന്നുണ്ട്. അതായത് ശത്രുക്കള് നിമിത്തമുള്ള മരണം ഈ ഭാവം മനസ്സിലാക്കി നമ്മുടെ വാസനകൾ നമ്മുടെ കയ്യിരിപ്പുകൊണ്ട് നമ്മൾ സ്വയം നയിക്കുന്നത് ജീവിതം പരാജയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവമായിട്ടുള്ള ശത്രുക്കൾ ആറാം ഭാവം ചിന്തിക്കും. രോഗം അത് ഈ ഭാവങ്ങളാണ് ചിന്തിക്കുന്നത്. അതുപോലെ ഡെയിലി സ്ട്രഗിൾ, നമ്മുടെ ഡെയിലിയുള്ള കഷ്ടപ്പാടുകൾ, നിത്യജീവിതത്തിലുള്ള ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഈ ഭാവങ്ങളാണ് ചിന്തിക്കുന്നത്. ഒരു തടസ്സങ്ങൾ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോലി ഉയർന്ന ജോലിയല്ല, നമ്മൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു ലെവൽ വരെ എത്തുന്ന നമ്മുടെ ജോലികളുണ്ട്. കയറി വരുന്ന ജോലി ജോലികളെല്ലാം ആറാം ഭാവങ്ങളാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഠിനമായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ, തെറ്റുകൾ, റിട്രോഗ്രേഡ് പ്ലാനറ്റ്, വക്രഘട്ടം, ആറാം ഭാവത്തിലേക്ക് ഒക്കെ ചെയ്താൽ അതിന്റെ ദശാവതാരകാലങ്ങൾ, അത് ട്രാൻസിറ്റുകൾ ഇതുമായിട്ട് ആറാം ഭാവവുമായിട്ട് സ്വാധീനിച്ചാൽ ഉറപ്പായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുടെ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിൽ വന്നു ചെയ്യും. അനുഭവം ഒരു കാര്യമാണ്. അത്
അതുപോലെ തന്നെ അൺചേഞ്ചബിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 6-ാം ഭാവത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ശത്രുവായിട്ട് വളർച്ചയും ശത്രുവായിട്ട് നമ്മളെ വളർത്തുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റൊമാൻസ് സ്റ്റോറി അത് ഓഫീസ് റൊമാൻസ് അതൊരു സ്ഥായിയായിട്ട് പോകില്ല. കുറച്ച് കാലം വരുമ്പോൾ പരാജയം അത് നമ്മുടെ ജോലി നമുക്കുള്ള ജീവിതത്തെയൊക്കെ അത് ബാധിക്കും. അത് അങ്ങനെയുള്ളവരാണെങ്കിൽ ലൈഫിൽ അനുഭവിക്കുന്ന സമയത്ത് ഒരാളായിരിക്കും. അല്ലാതെ ഇമോഷണലി കണക്ട് ആണെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോലി ഒക്കെ ഉണ്ടാവാൻ സാധ്യത വരുന്നതാണ് ഈ 6-ാം ഭാവം. അതുപോലെ അതുപോലെ ആക്സിഡന്റ് കാരണങ്ങൾ ആക്സിഡന്റിൽ നിന്ന് കിട്ടുന്ന ക്ലെയിമുകൾ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ അതൊക്കെ ഈ ഭാവം ഉണ്ടാക്കുന്നത്. പിന്നെയുള്ളത് ഇൻഫെക്റ്റഡിലൂടെയൊക്കെയുള്ള കാരണങ്ങൾ. അത് പിശുക്ക്, ക്രിസ്ത്യന്മാര്, ബാഹ്യമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളുടെ കീഴിൽ നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മൾക്ക് ഒരു ആവശ്യം വരുന്ന കൈ നീട്ടേണ്ടി വരിക. അതുപോലെയാണ് നമ്മുടെ ജീവിതം ഐസൊലേഷനിൽ കിട്ടുപോകുക. കുട്ടികളുടെ കേസ്, നിങ്ങളുടെ ഹൗസിന്റെ കേസ്, മെന്റൽ കേസ്, ഈ പുരുഷന്മാരുടെ ഭാര്യയുടെ കാല് അതിന്റെ സൗകര്യം അതെന്താണ് ബുദ്ധിമുട്ടുകളൊക്കെ 6-ാം ഭാവത്തിൽ. അതുപോലെ തന്നെ ഈ 6-ാം ഭാവത്തിന്റെ സ്ഥിരം നിർദ്ദേശിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഹൗസിന്റെ കാല് എങ്ങനത്തെ ഏത് ടൈപ്പായിരിക്കും എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ വേറെ പോസിറ്റീവായിട്ട് പറയുന്നത് നിശ്ചയമുള്ള ജോലി, ഡെയിലി ജോലികളുള്ള അതിന്റെ ചെലവ്, അതിൽ നിന്ന് പോസിറ്റീവായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, അതിൽ കിട്ടുന്ന ജ്ഞാനത്തോന്നുന്നത് ഈ 6-ാം ഭാവത്തിലൊക്കെ 3 ഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ശത്രു സ്വഭാവം നമുക്ക് സ്വഭാവങ്ങൾ വന്നുകൊടുക്കും. രോഗം നിറഞ്ഞ് വന്നുകൊടുക്കും. ഒരാളും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് ആരും നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നു. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ ക്ലിയർ വരാൻ സംബന്ധിക്കാത്ത രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ 2 അതിലധികമോ ഗ്രഹങ്ങൾ നിന്നാൽ 6-ാം ഭാവത്തിൽ നിന്നാൽ രോഗം, കടം ഇത് ഏതെങ്കിലും അല്ലെങ്കിൽ പലതും നമുക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാവും. എന്നാൽ 6-ാം ഭാവത്തിൽ ഗ്രഹങ്ങളെ കൂടിയാൽ ശത്രുക്കളുടെ എണ്ണം കൂടും. ഒരുപാട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്ത ലൈഫിൽ ചിരിച്ച് നിൽക്കേണ്ടി വരും. 6-ാം ഭാവഫലം എന്ന് പറയുന്ന പൊതുവെയുള്ള ഫലമാണ്. അത് 6-ാം ഭാവം തരുന്ന സൂചനകൾ പൊതുവെ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഫലങ്ങളാണ്. അത് ഗുണമായാലും ദോഷമായാലും